നാഷണൽ ഹെറാൾഡ് പത്രവും അനുബന്ധ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ഗാന്ധി കുടുംബം വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചതായി കണ്ടെത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദില്ലി കോടതിയിൽ. കള്ളപ്പണം വെളുപ്പിക്കലിലൂടെ 142 കോടി രൂപയുടെ ലാഭം ഗാന്ധി കുടുംബം സ്വന്തമാക്കിയെന്നാണ് ഇഡിയുടെ വാദം. കേസിൽ ഏപ്രിൽ 15-ന് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇഡി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിന്മേലുള്ള വാദം തുടങ്ങിയപ്പോഴാണ് ഇരുവർക്കുമെതിരെ നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയെന്ന് ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിക്കുന്നത്. 2008-ലാണ് കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് നാഷണൽ ഹെറാൾഡ് പത്രം പൂട്ടിയത്. 2010-ൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് രൂപീകരിച്ച യങ് ഇന്ത്യൻ എന്ന കമ്പനി നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേണൽസ് വാങ്ങുന്നത് തുച്ഛമായ തുകയ്ക്കാണ്. ദില്ലി, ലക്നൗ, മുംബൈ അടക്കമുള്ള നഗരങ്ങളിൽ 2000 കോടിയോളം വിലമതിക്കുന്ന കെട്ടിടങ്ങൾ ഇതോടെ സോണിയയുടെയും രാഹുലിന്റെയും സ്വന്തമായി എന്ന് ഇഡി പറയുന്നു. യങ് ഇന്ത്യന്റെ 76% ഓഹരികളും രാഹുൽ ഗാന്ധിയുടെ പേരിലായിരുന്നു എന്നതിന് തെളിവുണ്ടെന്നും ഇഡി കോടതിയിൽ അറിയിച്ചിരുന്നു. ജൂലൈ 2 മുതൽ 8-ാം തീയതി വരെ കേസിൽ തുടർച്ചയായി വാദം കേൾക്കുമെന്ന് ദില്ലി റോസ് റവന്യൂ കോടതി അറിയിച്ചിരുന്നു. അതേസമയം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർക്കും അവരുടെ കമ്പനികൾക്കും അനുബന്ധ വ്യക്തികൾക്കുമെതിരെ സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി കോടതിയിൽ ഫയൽ ചെയ്ത കേസാണ് നാഷണൽ ഹെറാൾഡ് കേസ്. മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച പരാതി പ്രകാരം അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് 90.25 കോടി പലിശരഹിത വായ്പയെടുത്തു. വായ്പ തിരിച്ചടച്ചില്ലെന്ന് ആരോപിക്കപ്പെടുന്നു. യങ് ഇന്ത്യൻ എന്ന അടുത്ത ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനി 2010 നവംബറിൽ 5 ലക്ഷം രൂപയുടെ അടച്ചുപൂട്ടിയ മൂലധനത്തോടെ സംയോജിപ്പിക്കുകയും AJLന്റെ മിക്കവാറും എല്ലാ ഓഹരികളും അതിന്റെ എല്ലാ സ്വത്തുക്കളും വിലമതിക്കുമെന്ന് ആരോപിക്കപ്പെടുന്നു. ഇത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ക്രിമിനൽ ദുരുപയോഗം ചെയ്തതായി സ്വാമി ആരോപിച്ചു. ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 29A മുതൽ C വരെയും 1961-ലെ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 13A വരെയും വാണിജ്യ ആവശ്യങ്ങൾക്കായി ഒരു രാഷ്ട്രീയ പാർട്ടി പണം കടം കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സ്വാമി വാദിച്ചു. പൊതുപണം ഉപയോഗിച്ചതിന് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കണമെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കണമെന്നും സ്വാമി അന്ന് ആവശ്യപ്പെടുകയായിരുന്നു. 2012 നവംബർ 2-ന് വാണിജ്യ താൽപര്യമില്ലാതെ നാഷണൽ ഹെറാൾഡ് പത്രത്തെ പുനരുജ്ജീവിപ്പിക്കാൻ മാത്രമാണ് വായ്പ നൽകിയതെന്ന് പാർട്ടി അന്ന് മറുപടി നൽകി. ക്രിമിനൽ നടപടി കേസിന്റെ വാദം കേൾക്കൽ മജിസ്ട്രേറ്റ് വിവിധ തീയതികളിൽ ഏറ്റെടുത്തു. അതേസമയം പ്രതികൾ ഹർജിയെ എതിർക്കുകയും അത് തള്ളണമെന്ന് മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എല്ലാ പ്രതികൾക്കുമെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകൾ കണ്ടെത്തിയതായി കോടതി ഒടുവിൽ നിരീക്ഷിക്കുകയും ചെയ്തു. സ്വാമിയുടെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കുമെതിരെ കോടതിയിൽ ഹാജരാകാൻ പ്രതികൾക്ക് കോടതി സമൻസ് അയക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ കേസ് രാഹുലിനെയും സോണിയയെയും വിടാതെ പിന്തുടരുകയാണ്.